ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ഇന്ത്യ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്ത്യ ഖത്തർ വാണിജ്യ സഹകരണത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ, ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് ഫൈസൽ ബിൻ താനി അൽ താനി, ഖത്തർ വിദേശ വ്യാപാര മന്ത്രി അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ സെയ്ദ് എന്നിവർ പങ്കെടുത്ത ഇന്ത്യ ഖത്തർ ബിസിനസ് ഫോറത്തിൽ വിപുലമായ നിക്ഷേപങ്ങൾക്കുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. പൊതുനേട്ടം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മൂല്യവർദ്ധിത നികുതി തുക മടക്കി നൽകും. സൗദി സകാത്ത് ടാക്സ് കസ്റ്റംസ് അതോറിറ്റിയുടേതാണ് പ്രഖ്യാപനം. പള്ളികൾ, ഹെൽത്ത് സെന്ററുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന ഒന്നോ അതിലധികമോ പൊതു പദ്ധതികളിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളും സ്ഥാപനങ്ങളുമാണ് വാറ്റ് റീഫണ്ടിന് യോഗ്യരായവർ. പദ്ധതിയുടെ സ്പോൺസർമാർ അല്ലെങ്കിൽ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്തവർക്കാണ് റീഫണ്ടിന് യോഗ്യത. വ്യവസ്ഥകൾക്കനുസൃതമായാണിത്. ആനുകൂല്യത്തിന് അർഹരായവർ അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കണം. വെബ്സൈറ്റിലെ യൂസർ ഗൈഡിൽ വാറ്റ് റീഫണ്ടിനുള്ള രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ വിശദമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. നിർദ്ദിഷ്ട രേഖകളും സമർപ്പിക്കണം. പദ്ധതി സ്വന്തമായി നടപ്പിലാക്കാൻ നിയമപരമായി അനുമതിയുള്ള സ്പോൺസർ അല്ലെങ്കിൽ പദ്ധതിക്കായി കോമ്പിറ്റന്റ് അതോറിറ്റി നൽകിയ അനുമതി, പദ്ധതി നടപ്പിലാക്കൽ സംബന്ധിച്ച കരാർ എന്നിവ സമർപ്പിക്കണം. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വമ്പൻ ശക്തിയായി വളർന്ന UAEയുടെ പാത പിന്തുടരാൻ കുവൈറ്റ് സർക്കാരും തീരുമാനിച്ചു. UAE അനുകരിച്ച് വിദേശികളെ കെട്ടിടങ്ങളും വീടുകളും സ്വന്തമാക്കാൻ അനുവദിക്കുന്ന പുതിയ ചട്ടത്തിന് കുവൈറ്റ് സർക്കാർ അംഗീകാരം നൽകി. കുവൈറ്റ് പൗരന്മാർക്കല്ലാതെ രാജ്യത്ത് കെട്ടിടങ്ങളുടെ ഉടമസ്ഥാവകാശം നൽകില്ലെന്ന 1979 നിയമമാണ് സർക്കാർ എടുത്തുകളഞ്ഞത്. GCC രാജ്യങ്ങൾക്കിടയിൽ UAE വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രാജ്യത്ത് വിദേശികൾക്ക് സ്വത്ത് ഉടമസ്ഥാവകാശത്തിന് അനുമതി നൽകിയിരുന്നു. അടുത്ത കാലത്തായി ഖത്തറും സൗദി അറേബ്യയും UAEയുടെ പാത പിന്തുടരാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. കുവൈറ്റിന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും സമ്പദ്ഘടനയിലും സമൂലമായ മാറ്റം കൊണ്ടുവരാൻ പുതിയ നിയമ ഭേദഗതിക്കാകുമെന്നാണ് കുവൈറ്റ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അറബ് പൗരന്മാർക്ക് കുവൈറ്റിലുള്ള സ്വത്ത് വിൽപ്പന നടത്താൻ അനുമതി നൽകുന്നതാണ് ഭേദഗതിയിലെ മറ്റൊരു പ്രധാന കാര്യം. GCC രാജ്യങ്ങളിലുള്ളവർക്ക് മാതാപിതാക്കളിൽ നിന്നോ മറ്റോ പരമ്പരാഗതമായി ലഭിച്ച സ്വത്തുവകകൾ 2 വർഷത്തിനുള്ളിൽ വിൽപ്പന നടത്താവുന്നതാണ്. കുവൈറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികൾക്ക് സ്ഥലം വാങ്ങുന്നതിനും കെട്ടിടം നിർമ്മിക്കുന്നതിനുമുള്ള അനുമതിയും പുതിയ ഭേദഗതിയിലുണ്ട്. കച്ചവട ആവശ്യങ്ങൾക്കും ജീവനക്കാർക്കുമുള്ള താമസ സൗകര്യത്തിനും മാത്രമാണ് കെട്ടിടം നിർമ്മിക്കാൻ അനുവാദമുള്ളത്. വിൽപ്പന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള റിയൽ എസ്റ്റേറ്റ് നിർമ്മാണത്തിന് അനുവാദമില്ല. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഓപ്പൺ ഹൗസ് നാളെ നടക്കും. ഉച്ചയ്ക്ക് 12 മണി മുതൽ കുവൈറ്റ് ദയായിലുള്ള ഇന്ത്യൻ എംബസി ആസ്ഥാനത്തായിരിക്കും ഓപ്പൺ ഹൗസ്. രജിസ്ട്രേഷൻ 11 മണിക്ക് ആരംഭിക്കും. സ്ഥാനപതി ഡോക്ടർ ആദർശ് സൈക്വയുടെ നേതൃത്വത്തിൽ എംബസിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഓപ്പൺ ഹൗസിൽ പരാതികൾ സ്വീകരിക്കാനുണ്ടാകും. ഒമാൻ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 23 ഒമാനിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്ക് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. എല്ലാ വർഷവും ഫെബ്രുവരി 24 ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് തൊട്ടടുത്ത വാരാന്ത്യത്തോട് അനുബന്ധിച്ച് പൊതു അവധി നൽകുന്നത്. വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായ 3 ദിവസം ഒഴിവ് ലഭിക്കും. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് ഫെബ്രുവരി 24 അധ്യാപക ദിനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർക്ക വിലായത്തിലെ ഖസായിൽ ഇക്കോണമിക് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സിലാർ മാർക്കറ്റിൽ പരിശോധനയുമായി അധികൃതർ രംഗത്ത്. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, കാർഷിക, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. വിവിധ സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് അതോറിറ്റി നടത്തുന്ന സംയുക്ത പരിശോധനകളുടെ ഭാഗമായിരുന്നു സന്ദർശനമെന്ന് അധികൃതർ അറിയിച്ചു. വിതരണക്കാർ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ലംഘനങ്ങൾ കണ്ടെത്തുക, വിപണിയിലെ സാധനങ്ങളുടെ ലഭ്യത പരിശോധിക്കുക,
വില വർധനവ് ഒഴിവാക്കുക, ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുക എന്നിവയായിരുന്നു പരിശോധനയിലൂടെ അധികൃതർ ലക്ഷ്യം വെച്ചത്. വരും ദിവസങ്ങളിലും മേഖലയിലും മറ്റ് സ്ഥലങ്ങളിലും അധികൃതരുടെ സംയുക്ത പരിശോധന തുടരുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ന്യൂനമർദ്ദത്തെ തുടർന്ന് ഇന്നും നാളെയും ഒമാനിൽ അസ്ഥിര കാലാവസ്ഥയായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വടക്കൻ ഗവർണറേറ്റുകളിൽ വ്യത്യസ്ത തീവ്രതയിലുള്ള മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. അന്തരീക്ഷം മേഘാവൃതമായിരിക്കും. ബുറൈമി, ദാഹിറ, വടക്ക് തെക്കൻ ബാത്തിന, ദാഖ്ലിയ ഗവർണറേറ്റുകളിൽ മഴ ലഭിച്ചേക്കാം. മുസന്തം, അൽ ഹജർ പർവ്വതനിരകളുടെ ചില ഭാഗങ്ങളിലും ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. ബുറൈമി, ദാഹിറ, അൽവുസ്ത, ദോഫർ, തെക്കൻ ഷെർക്കിയ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലും ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊടി ഉയരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഒമാൻ ആതിഥേയത്വം വഹിക്കുന്ന ICC മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലീഗ് 2 പുതുചരിത്രം പിറന്നു. ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും ചെറിയ സ്കോർ പ്രതിരോധിക്കുന്ന ടീമെന്ന റെക്കോർഡാണ് അമേരിക്ക ഒമാനെതിരെ സ്വന്തമാക്കിയത്. 40 വർഷം പഴക്കമുള്ള ഇന്ത്യയുടെ ലോക റെക്കോർഡാണ് അമേരിക്ക തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത അമേരിക്ക 122 റൺസിന് ഓൾ ഔട്ടായപ്പോൾ 123 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഒമാൻ വെറും 65 റൺസിന് മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇതോടെ ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ 125 റൺസിന് താഴെയുള്ള വിജയലക്ഷ്യം വിജയകരമായി പ്രതിരോധിക്കുന്ന ആദ്യ ടീമായി അമേരിക്ക. ഡിജിറ്റൽ ടാക്സ് സ്റ്റാമ്പ് വഹിക്കാത്ത ശീതളപാനീയങ്ങൾ, എനർജി ഡ്രിങ്കുകൾ, മറ്റ് എക്സൈസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതി വിലക്കാൻ ഒമാൻ ടാക്സ് അതോറിറ്റി ഒരുങ്ങുന്നു. ഈ വർഷം ജൂൺ 1 മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും. എന്നാൽ മധുരപാനീയങ്ങൾക്ക് ഈ നിയന്ത്രണമില്ല. രാജ്യത്തിന്റെ എക്സൈസ് നികുതി സമ്പ്രദായത്തിനുള്ളിൽ സുതാര്യതയും അനുസരണവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള DTS നടപ്പിലാക്കൽ പദ്ധതിയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇറക്കുമതിക്കാർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ പുതിയ ആവശ്യകതകൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടെന്നും സമയപരിധിക്ക് മുമ്പ് അവരുടെ കയറ്റുമതിയിൽ ആവശ്യമായ DTS ബാധകമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും ഒമാൻ ടാക്സ് അതോറിറ്റി ഓർമ്മിപ്പിക്കുന്നു. പുരാവസ്തുക്കൾ തിരയുന്നതിനും ഖനനം ചെയ്യുന്നതിനും അനധികൃത മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം രംഗത്ത്. ഇത് ഒമാനി സാംസ്കാരിക പൈതൃക നിയമത്തിന്റെ ലംഘനമാണെന്നും അറിയിച്ചു. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്നും പൊതുജനങ്ങൾ വിട്ടുനിൽക്കണമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മസ്കറ്റ് ഗവർണറേറ്റിൽ ഗതാഗത നിയമ ലംഘനങ്ങൾ നടത്തുകയും പൊതുസമാധാനം തകർക്കുന്ന രൂപത്തിൽ വാഹനമോടിക്കുകയും ചെയ്തതിന് 98 വാഹനങ്ങൾ പിടിച്ചെടുത്തു. ട്രാഫിക് ഡയറക്ടറേറ്റ് ജനറൽ, മസ്കറ്റ് ഗവർണറേറ്റ് പോലീസ് കമാൻഡ്, സീബ്, കുറം എന്നിവിടങ്ങളിലെ സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റുകൾ എന്നിവയുമായി ഏകോപിപ്പിച്ചായിരുന്നു നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ അധികൃതർ തുടർ നടപടികളും സ്വീകരിച്ചു.